എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബ് മിമ്പറിൽ വെച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ്. അംബിയാഇന് ശേഷം മനുഷ്യരിൽ ഏറ്റവും പവറുള്ള മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈമാൻ കൊണ്ടും അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ലെവലേശം സംശയത്തിന്റെ ചെറിയൊരു കണിക പോലും പ്രവേശിക്കാത്ത ഈമാനാണ്. അത്രയും ആരുറപ്പുള്ള ഈമാൻ സഹാബത്തിന്റെ കൂട്ടത്തിൽ ആർക്കാ ഉള്ളത്? അതല്ല, അമ്പിയാക്കൾ കഴിഞ്ഞാൽ തന്നെ ആർക്കാണ് അത്രയും കട്ടിയുറപ്പുള്ള ഈമാൻ ഉള്ളത്? അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, റജബ് മാസത്തിൽ 27 പിറ്റേന്ന് അബൂജഹലും മുത്തുബയും ഷൈബയും വലീദും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുട്ടുമുറ്റത്തേക്ക് എത്തി. രാവിലെ തന്നെ വീട്ടുമുറ്റത്തെത്തിയിട്ട് അവര് പറയുന്നത്, അബൂബക്കറെ ഇന്നൊരു പ്രത്യേക വാർത്ത പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയൊന്നുമല്ല, ഞങ്ങൾ ഇന്ന് മത്താഫിലേക്ക് ഇറങ്ങിയപ്പോ നിന്റെ സ്വാഹിബിനെ കണ്ടു. സ്വാഹിബ് കൊണ്ട് അവർ ഉദ്ദേശിച്ചതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എല്ലാ ദിവസവും രാവിലെ കണ്ട അബൂജഹൽ ചോദിക്കും, ഇന്നെന്തേലും പുതിയ വിഷയമുണ്ടോ? ഇന്നെന്തേലും പുതിയ വിഷയമുണ്ടോ? പഠിക്കാനും വിശ്വസിക്കാനും വേണ്ടി ചോദിക്കല്ല, എന്തെങ്കിലൊക്കെ ചിരിച്ചാനും കളിയാക്കാനൊക്കെ പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനാ ചോദിക്കും, ഇന്ന് പുതിയ വല്ലതും ഉണ്ടോ? ഇന്ന് പുതിയ വല്ല വാർത്തയുണ്ടോ? നമ്മളിങ്ങനെ പോകുമ്പോ ഒരു മീൻകാരനെ കണ്ടാൽ പുതിയ വല്ല മീനുണ്ടോ ചോദിക്കും പോലെയാണത്. ഇന്ന് വല്ലതുണ്ടോ? ഇന്ന് പുതിയ വല്ലതും ഉണ്ടോ? പുതിയ വല്ലതും ഉണ്ടോ എന്നും ചോദിക്കുക വിഷയം. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഫുള്ള് പുതിയ വാർത്തയാണ്. എന്താ പുതിയ വാർത്ത? ഇന്നലെ ഇശാഇന്റെ ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഉറങ്ങാൻ വേണ്ടി ഒന്ന് കിടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വീടിന്റെ മേൽക്കൂരങ്ങനെ തുറന്നു പ്രത്യക്ഷപ്പെട്ടു. മേൽക്കൂരക്കൊരു വിടവ്, ഇങ്ങനെ ഫുരിജ സഖ്ഫു ബൈത്തി, എന്റെ വീടിന്റെ മേൽക്കൂരക്കൊരു വിടവ് വന്നു. ആ വിടവിലൂടെ താഴോട്ട് ഒരാൾ വന്നു. ആരാ വന്നത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. എന്നെ വിളിച്ചു കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയി നേരെ സംസമിന്റെ അവിടെ ഇരുത്തി, സംസം കിണറിന്റെ ഭാഗത്ത്. എന്നിട്ട് എന്റെ നെഞ്ചിന്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഒന്ന് കീറി പ്രത്യേകം. അപ്പോഴേക്ക് മറ്റു മലക്കുകളും പാത്രങ്ങളെ കൊണ്ടെത്തിയിരുന്നു. അവരാ പാത്രങ്ങളിൽ കൊണ്ടുവന്ന പ്രത്യേകം അല്ലാഹു തആലയുടെ നിർദ്ദേശപ്രകാരമുള്ളത് കൊണ്ട് എന്റെ സ്വദറിന്റെ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വസ്തുക്കളൊക്കെ എടുത്തു മാറ്റിയിട്ട് ഉള്ളിലേക്ക് പലതും നിറച്ച് ആ ഭാഗം അങ്ങനെ തന്നെ അടച്ച് റെഡിയാക്കി. എന്നിട്ട് അവിടെ ഒരു ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്നു. ആ ബുറാഖിന്റെ മേൽ എന്നോട് കയറാൻ പറഞ്ഞു. അബൂജഹൽ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ കേട്ടിരിക്കില്ല. എന്നിട്ട് ബുറാഖിൽ ഏറിയിട്ട് ഞാൻ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തി. എവിടത്തെ മസ്ജിദുൽ അഖ്സ? ഷാമിലെ മസ്ജിദുൽ അഖ്സയിൽ. ഷാമിലുള്ള ബൈത്തുൽ മഖ്ദിസിലുള്ള ചുറ്റുഭാഗത്തുള്ള മസ്ജിദുൽ അഖ്സയിൽ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട്, ഇവര് കച്ചവടക്കാരാണ്, അബൂജഹലിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഷാമിലേക്ക് പോകാറുണ്ട്. പക്ഷെ അവരെ യാത്രക്ക് ഒരു മാസം, ചുരുങ്ങിയത് പിന്നെയും ചിലപ്പോഴൊക്കെ സമയം പിടിച്ച് 40 ദിവസമൊക്കെ ആകും. അത്രയും ദിവസം എടുത്തു പോകുന്ന ഷാമിലേക്കാണോ ഈ പറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട്? ആധുനിക യുഗത്തിലെ ഉപകരണങ്ങളൊക്കെ വികസിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ നമ്മളെ ആൾക്കാരോടത് പറഞ്ഞാൽ സന്ദേഹം ഉണ്ടാകൂല. കാരണം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്ര വേഗതയിലാണ് ഉപകരണങ്ങളിലൂടെ ആളുകൾ എത്തിച്ചേരുന്നത്. 6-7 മണിക്കൂറൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബസ് മാർഗം മദീനയിലേക്ക് എത്തിയിരുന്ന ആളുകൾ മെട്രോ ട്രെയിനിൽ അങ്ങോട്ട് കയറിയ 2 മണിക്കൂറും 10 മിനിറ്റും മദീനത്തെത്തി. സമയം എത്ര ചുരുങ്ങിയത്? കുറഞ്ഞ സമയം കൊണ്ട് മദീനത്തെത്തി. ആകെ 2 സ്റ്റോപ്പേ ഉള്ളതിന്. ബസ്സിലിങ്ങനെ വരുമ്പോ ഉള്ള എല്ലാ മധുവും ചൊല്ലിക്കഴിഞ്ഞ അവസാനം ഇനി ഒന്നും ചൊല്ലാൻ ബാക്കിയില്ല. എന്നിട്ടും മദീനയിൽ എത്തിയിട്ടുണ്ടാവൂല. കാരണം ബുർദ കഴിഞ്ഞൊരു ഭാഗത്ത്, മുദരിയ ബൈത്ത് കഴിഞ്ഞു, അല്ലഫല്ലരിഫ് കഴിഞ്ഞു, എല്ലാ ഔറാദും കഴിഞ്ഞു. പിന്നെയും മദീനത്തെത്താ ഇനിയും സമയം 2 മണിക്കൂർ ഇനിയും ബാക്കി അങ്ങനെ കാത്തിരിക്കും. പക്ഷെ അന്നത് പറഞ്ഞപ്പോ അങ്ങനെ നടക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ പിന്നെയും വാർത്തകൾ ചോദിച്ചു. എന്നിട്ടോന്ന് ചോദിച്ചു.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ അഖ്സയിൽ മുഴുവൻ അമ്പിയാക്കളോടൊപ്പം ഒരുമിച്ചുകൂടി അമ്പിയാക്കളോടൊപ്പം സംസാരിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആകാശാരോഹണത്തിന് എനിക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്നു. ബുറാഖിനെ അവിടെ കെട്ടിയിട്ട് മേൽപോട്ടുള്ള യാത്ര ബുറാഖിലല്ല, മുകൾ ഭാഗത്ത് നിന്ന് ആകാശത്തിലേക്ക് കയറാനുള്ള രീതിയിൽ കോണി എന്നതിന് പറഞ്ഞുകൂടാ, പ്രത്യേകതരം ഒരു സംവിധാനം അല്ലാഹു ഏർപ്പാടാക്കി കൊടുത്തു. എവിടത്തേക്ക്? മസ്ജിദുൽ അഖ്സയിലെ ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തേക്ക്. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഒന്നാനാകാശത്തേക്ക് കയറി. ഒന്നാനാകാശത്തിന്റെ വാതിൽ മുട്ടാൻ ആവശ്യപ്പെട്ടു, തുറക്കാൻ ആവശ്യപ്പെട്ടു. വാതിൽ തുറക്കാൻ വേണ്ടി വാതിൽ മുട്ടിയപ്പോ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ചോദ്യമുണ്ടായി, ആരാണ് വാതിൽ മുട്ടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീലാണ്. ആരാണ് ചോദിച്ച ആളെ പേര് പറയണം. പേരാ പറഞ്ഞത് ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കേട്ടപ്പോ വാതിൽ തുറന്ന് സന്തോഷപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. അബൂജഹലിനോട് പറയാണ്, ഈ ആകാശങ്ങളിലും ഒരുപാട് നബിമാരെ ഞാൻ കണ്ടു അഭിമുഖീകരിച്ചു. അതിനുശേഷം അല്ലാഹുവുമായി സംസാരിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നിസ്കാരം നൽകി. സ്വർഗവും നരകവും അർശും കുർസിയും ലോഹവും ഒക്കെ കണ്ട് ഞാൻ തിരിച്ചു സുബഹിക്ക് മുമ്പ് തന്നെ ഈ കാണുന്ന മക്കയിൽ ഞാൻ എത്തിച്ചേർന്നു. ഇത് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അബൂജഹൽ തന്റെ ആളുകളോടൊക്കെ പോയിട്ട് ഈ വിഷയം പറഞ്ഞു. ഇതേതായാലും നമുക്കൊരു സൂചനയാണ്, നമുക്കൊരു തെളിവാണ്. വിശ്വസിച്ച കുറച്ചാളുകളില്ലേ, അവരെ പിന്തിരിപ്പിക്കാൻ പറ്റിയൊരു നേരമാണ്. ആദ്യമായിട്ട് അവര് ഈ വിഷയങ്ങളുമായി നേരെ കയറി ചെല്ലുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നിങ്ങളെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി ഇവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും കുറഞ്ഞ നേരം കൊണ്ട് അവിടുന്ന് പിന്നെ മേൽപോട്ടും പിന്നെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്കും ഒക്കെ പോയി നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ തിരിച്ചെത്തി എന്നാ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഓരോന്നും കേൾക്കുമ്പോ പിന്നെയോ 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 എന്നിട്ടോന്ന് ചോദിക്കുന്നു. ഓരോന്നും കൃത്യമായി അബൂജഹൽ പറഞ്ഞു കൊടുത്തപ്പോ, അങ്ങനെ എല്ലാം എന്റെ കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ ആമന്തു ബിഹി വസദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു. ഞാൻ വിശ്വസിക്കൂലെന്ന് കരുതിയിട്ടല്ലേ എന്റെ അടുത്ത് വന്നു പറഞ്ഞത്? ഞാനത് തള്ളിക്കളയും എന്ന് വിചാരിച്ചിട്ടല്ലേ എന്നോട് വന്നു പറഞ്ഞത്? നിങ്ങളെന്ത് പോയത്തക്കാരാടോ, എന്ത് പൊട്ടന്മാരാടോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ശരീരം കൊണ്ട് യാത്ര ചെയ്തിട്ട് അനുഭവിച്ച് അവരെ എല്ലാവരെയും കണ്ട് തിരിച്ചു വന്നൊരു വാർത്തയല്ലേ ഈ പറഞ്ഞത്? ഇതിനേക്കാളും വലിയ വാർത്ത വന്നിട്ട് ഞാനത് വിശ്വസിക്കാറില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം മേൽഭാഗത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഖുർആനിലുള്ള ആയത്തുകൾ ഓതിക്കൊടുത്ത സന്ദേശങ്ങള് ഇന്നലെയും എനിക്ക് ഓതിത്തന്ന് ഞാനത് വിശ്വസിച്ച ആളല്ലേ? ആ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഓതിക്കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്നും ഓതിക്കൊടുത്തു എന്നും പറഞ്ഞപ്പോ അതപ്പടി വിശ്വസിച്ച ആളല്ലേ ഞാന്? പിന്നെയുണ്ടോ എനിക്കിത് വിശ്വസിക്കാൻ വല്ല പ്രയാസവും? ആമന്തു ബിഹി വസദ്ദഖ്തു, ഞാനത് വിശ്വസിച്ചു, ഞാനത് അംഗീകരിച്ചു. സുബ്ഹാനല്ലാഹ്, അത് ചെറിയ ഈമാനല്ല, ചെറിയ വിശ്വാസമല്ല. അവര് വിചാരിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു സന്ദേഹം ഉണ്ടാകുമെന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈമാൻ കൂടിയതാണ്, ഇഖ്ലാസ് കൂടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അബൂജഹലാണ്. പറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്ത് യസ് മൂളുന്നത് ഉത്ബയും ഷൈബയും വലീദും തുടങ്ങിയ ആളുകളാണ്. സ്വഹാബിമാരല്ല ഈ വിഷയം പറയുന്നത്, സ്വഹാബിമാരിൽ നിന്നല്ല ആദ്യമായി കേൾക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്റെ നേതാവ് പറഞ്ഞ വിഷയമല്ലേ പറയുന്നത്, ഞാനത് അംഗീകരിച്ചു. അന്നാണ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് നാമകരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇത്രയും വലിയ അംഗീകാരവും ഇത്രയും വലിയ വിശ്വാസവും മഹാനവറുകൾ നേടിയെടുത്തു. അതേ, ജനങ്ങൾക്ക് മുന്നിൽ ആ വിഷയം അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. അവർക്ക് പരിഹസിക്കാൻ മാർഗമാണ് അവർ തോന്നിയത്. പലരും അതിന്റെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിക്കാൻ വേണ്ടി വന്ന പല ആളുകളും അത് കണ്ടപ്പോ സഹോദരങ്ങളെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ചിലര് പറഞ്ഞു, മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കാഫില സംഘം, കച്ചവട സംഘം പുറപ്പെട്ടിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ആ വഴിക്കായിരിക്കുമല്ലോ പോയിരിക്കുക. അവരെ കണ്ടോന്നൊരു വിഷയം ചോദിക്കണം. ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങളെ കച്ചവടക്കാരെ നിങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവരെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ അവരെ വിളിക്കുകയും ചെയ്തിരുന്നു. അവരുടെ കൂട്ടത്തിൽ എന്തോ ഒരു സാധനം കാണാതിരുന്നിട്ട് അവരിങ്ങനെ തെരയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളെ പേര് ഞാൻ വിളിച്ചു. വിളിച്ചപ്പോ എന്റെ വിളി കേട്ടിട്ട് അവര് പറയുന്നുണ്ട് പരസ്പരം, ഹാദാ സൗത്ത് മുഹമ്മദ്, ഹാദാ സൗത്ത് മുഹമ്മദ്. ഇത് കേട്ട് പരിചയമുള്ള ശബ്ദമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദമാണല്ലോ കേട്ടത്. ആ കച്ചവടക്കാരി എന്ന് തിരിച്ചു വരും. തിരിച്ചു വരുന്ന ഡേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തിങ്കളാഴ്ചയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. നാളെയും കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോ അവര് തിരിച്ചു വരും, ബുധനാഴ്ചയാകുമ്പോ തിരിച്ചു വരുമെന്ന് കേൾക്കുമ്പോ എല്ലാവരും കാതോർത്തിരിക്കുന്നു. കച്ചവടക്കാര് വരുമ്പോ സംഭവങ്ങൾ ചോദിക്കാൻ. കച്ചവടക്കാര് മക്കയിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് കയറിയപ്പോ അബൂജഹലും മുത്തുബയും ഷൈബത്തും അടങ്ങുന്ന കൂട്ടം വന്ന് ചോദിച്ചു, നിങ്ങളെ കച്ചവടത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും വസ്തുക്കൾ കാണാതെയായിട്ട് നിങ്ങൾ തെരച്ചിൽ നടത്തിയിരുന്നോ? അതെ, ഞങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്ത് നിങ്ങൾ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കേട്ടിരുന്നു. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പേര് വിളിച്ചിരുന്നല്ലോ. അവര് കൃത്യമായി പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു, അപ്പറഞ്ഞത് മുഴുവനും സത്യമാണ്. ഇസ്രാഉം സത്യമാണ്, മിഅ്റാജും സത്യമാണ്. കാരണം ഇവർ കേട്ടു എന്നല്ലേ പറഞ്ഞു, കേട്ടിട്ടില്ല എന്നല്ലല്ലോ. സാധനങ്ങൾ തെരഞ്ഞിരുന്നു എന്നും കാണാതെ ആയിപ്പോയത് തെരച്ചിൽ നടത്തുമ്പോ ഞങ്ങളെ വിളിച്ചു എന്നും കൃത്യമായിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രൂപപ്പെടുത്തി പറഞ്ഞത്. അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയ ഇൽമിന്റെ ആഴം എത്ര വലുതാണ്. നിങ്ങൾ നോക്കി, എണ്ണി അവർ പരിശോധനയ്ക്ക് വേണ്ടി ചോദിച്ചു. ആ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ചും മസ്ജിദുൽ അഖ്സയെ കുറിച്ചും എല്ലാ വിഷയത്തിലും മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് അല്ലാഹു തആല അവന്റെ സമക്ഷത്തിലേക്ക് വിളിച്ച് അല്ലാഹു തആല കൈമാറിയ ഒന്നാണ് സഹോദരങ്ങളെ നിസ്കാരം. പരിശുദ്ധ ഖുർആൻ പോലും അങ്ങനെയല്ല. ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങോട്ട് അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ് വഹയ് മുഖേന. നിസ്കാരം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമാണ്. ഒരൊറ്റ വഖ്ത് പോലും നിസ്കാരം ഖളാ ആയി നമ്മുടെ പെരടിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകും. നിസ്കാരം ആരത് ഖളാ ആയിരുന്നു? ആരാണ് നിസ്കാരം തീരെ തൊടാത്ത ആളെന്നും ഒരുപക്ഷെ നമുക്ക് ആളുകളെ കണ്ടാൽ ഒരുപക്ഷെ ഇവിടെ മനസ്സിലായിക്കൊള്ളുന്നില്ല. എല്ലാവരെയും അല്ല, ചിലരെ മനസ്സിലാവും, പക്ഷെ പലരെയും മനസ്സിലാകൂല. നിസ്കരിക്കാത്തവരാണോ അല്ലേ? പക്ഷെ പരലോകത്തെത്തിയാൽ വേഗം തിരിയും. ആ തിരിയുന്നത് നമ്മളെ ആകരുത്, ബാക്കിയുള്ള ആളുകൾക്ക് തിരിയുന്നത്. എങ്ങനെ പരലോകത്തെത്തുമ്പോ വേഗം മനസ്സിലാകുന്നത്? ഖിയാമത്ത് നാളിലെ മുഖങ്ങളിൽ നിന്ന് ആദ്യമായി കറുക്കുന്ന മുഖം. ഖിയാമത്ത് നാളിൽ മുഖം കറുക്കുന്ന പല ആളുകളും ഉണ്ട്. ആദ്യമായി മുഖം കറുക്കുന്നത് ഉജൂഹു താരിഖി സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവരുടെ മുഖങ്ങളാണ്
അതാണ് സഹോദരങ്ങളെ ആദ്യമായി അവിടെ കറുത്തിരുണ്ടുകൊണ്ട് വിഷമിക്കുന്ന മുഖം. അതാണ് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുടെ മുഖം കറുത്തിരുണ്ടു പോകും. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ബിദ്അത്തുകാരുടെ മുഖം കറുക്കുന്ന മുഖമാണ്. നിഫാഖുകാരുടെ മുഖം കറുക്കുന്ന മുഖമാണ്. കുഫറിന്റെ ആളുകളുടെ മുഖം കറുക്കുന്ന മുഖമാണ്. ശിർക്കിന്റെ ആൾക്കാരുടെ മുഖം കറുക്കുന്ന മുഖമാണ്. അതേ സമയത്ത് അതിലാദ്യം ഈ ഉമ്മത്തിൽ വെച്ച് കറുപ്പ് ബാധിക്കുന്നത് വുജൂഹു താരിഖി സ്വലാഹ്. എല്ലാ വിഷയത്തിനും ആള് റെഡിയാണോ എന്ന് തീരുമാനിക്കാനുള്ളൊരു മാനദണ്ഡവും നിസ്കാരം തന്നെയാണ്. നിസ്കാരമുണ്ടോ എങ്കിൽ അവനെ വിശ്വസിക്കാം. നിസ്കാരം ഇല്ലാത്തവനാണോ അവനെ ഒന്നിലും വിശ്വസിച്ചുകൂടാ. ഒരു വിഷയത്തിലും അവനെ ഏൽപ്പിച്ചുകൂടാ. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് നിസ്കരിക്കാത്തവൻ. ചില കുറ്റങ്ങളൊക്കെ ചെയ്ത ആളുകളെ മുത്തുനബി തങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യമുണ്ട്, നിസ്കരിക്കുന്ന ആളാണോ നിസ്കരിക്കുന്ന ആളല്ലയോ? നിസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എങ്കിൽ നിങ്ങൾ വിട്ടേക്കൂ, നിസ്കാരം അയാളെ അങ്ങ് മാറ്റിക്കോളും, നിസ്കാരം അയാളെ അങ്ങ് നന്നായിക്കോളും. ഇപ്പൊ സംഭവിച്ചത് ഒരു അരുതായ്മ തന്നെയാണ്. പക്ഷേ നിസ്കരിച്ച് ആ വിഷയത്തിൽ നിന്നൊക്കെ ആള് മാറി വരും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അത് സാധാരണ നിസ്കാരത്തിനല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. കുത്തിമറിയുന്ന നിസ്കാരത്തിനല്ല, അത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടയാനുള്ള കഴിവ്, സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ്, ദീനി വിരോധിച്ച സർവ്വ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു മനസ്ഥിതി നിസ്കാരം നൽകും. അതേത് നിസ്കാരമാണ്? ഇഖ്ലാസുള്ള നിസ്കാരമാണ്, ഖുശൂ ബാധിച്ച നിസ്കാരമാണ്. സാധാരണ നിസ്കാരം കൊണ്ടത് ലഭിക്കില്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ച ആ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ നിസ്കാരത്തിൽ നിന്ന് അങ്ങനെ ലഭിക്കുന്നു പറഞ്ഞാൽ പലരും ചോദിക്കും, ഉസ്താദേ നിസ്കരിക്കുന്ന ആളാണ്, പക്ഷേ എത്ര തെറ്റുകുറ്റങ്ങൾ അയാളിൽ നിന്ന് വരുന്നത്? നിത്യേന തെറ്റുകുറ്റങ്ങൾക്ക് പലതിനും അയാൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് നിസ്കാരം ലെവലാകാത്തത് കൊണ്ടാണ്. നിസ്കാരം നേർക്ക് നേരെ ലെവലായോ? നിസ്കാരത്തിന് തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്, മാറ്റാനുള്ള കഴിവുണ്ട്. നിസ്കാരം ഒരു സാധാരണ അമലല്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ചെറുദോഷങ്ങളൊക്കെ നിസ്കാരം കൊണ്ട് പുറത്തു കിട്ടും. വൻദോഷങ്ങളിൽ നിന്നും തടയാനുള്ള കഴിവ് നിസ്കാരത്തിനുണ്ട്. അതിന് നിസ്കരിക്കുന്ന നിസ്കാരം ആ രൂപത്തിലും ആ ഭാവത്തിലുമാകണം. അപ്പോഴേ അത് ലഭിക്കുകയുള്ളൂ. നിസ്കാരത്തിലുള്ള നിയ്യത്ത് അത് റെഡിയാകണം. ഇഖ്ലാസിന് മാറ്റമുണ്ടാകാൻ പാടില്ല. ഖുശൂവിന് കുറവുണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിൽ ചേർക്കേണ്ട ചേരുവകളില്ലേ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ, അതോരോന്നും ചേരുകയും കറാഹത്തായ കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്ന നിസ്കാരമാണ്. നിങ്ങൾ നോക്ക്,